വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള കായ്പോളയാണ്. അപ്പം നമ്മുടെ ഇവിടെ ഒന്നും അത്ര പരിചിതമല്ല ഈ പലഹാരം. പ്രത്യേകിച്ച് ഈ നോമ്പ് തുറക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കായ്പോളയ്ക്ക് വേണ്ടി ഞാൻ 3 ഏത്തപ്പഴവും 3 മുട്ടയും എടുത്തിട്ടുണ്ട്. അതായത് 3 ഏത്തപ്പഴമാണെങ്കിൽ 3 മുട്ട, അതാണ് അതിൻ്റെ കണക്ക്. ഇത് ഒരുപാട് പഴുത്ത പഴമല്ല, പക്ഷേ തൊലി ഇങ്ങനെ കറുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പഴുത്ത പഴമല്ല. ഇതിന് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം നന്നായിട്ട് പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഏത്തപ്പഴമൊക്കെ തന്നെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചൂടായപ്പോഴത്തേക്കിന് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കിന് അതിലോട്ട് ഉണക്കമുന്തിരിയും കശുവണ്ടി ഇട്ട് നമ്മളൊന്ന് വറുത്തെടുക്കും. അത് നമ്മൾ ഈ കായ്പോള ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിലോട്ട് നമ്മൾ മുന്തിരിയും കാഷ്യൂനട്ടും ഇട്ട് വറുത്തെടുക്കുക. അപ്പോൾ അങ്ങനെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്തെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ, ആ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ നേരത്തെ അരിഞ്ഞിരിക്കുന്ന ചക്കപ്പഴം എല്ലാം രണ്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനുള്ളൊരു വേറൊരു കൂട്ടുണ്ട്, അതും കൂടെ നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിക്കാം ആദ്യം. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ നമ്മൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നമ്മൾ 3 പഴവും 3 മുട്ട ആയതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുവാണ്. പിന്നെ അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അല്ലെങ്കിൽ നമ്മൾ പാലൊഴിച്ചാലും മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ മുട്ടയെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനി നമ്മൾ നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന പഴക്കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് ചൂടാണെങ്കിൽ മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ. ഇനി നമ്മളിതുണ്ട് ഇതേപോലൊരു പാൻ എടുക്കുക. അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കംപ്ലീറ്റ് പാൻ മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതേപോലെ കട്ടിയുള്ളൊരു ദോശക്കല്ലും അതിൻ്റെ അടിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറു തീയിലിരുന്ന് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ചെറു തീയിലിരുന്ന് ഇതൊന്ന് വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിനി നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ ഇതൊക്കെ അങ്ങ് താന്നു പോകും. അതുകൊണ്ടാണ് നമ്മളൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇനി വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേണ്ട നമ്മൾ കായ്പോള നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടല്ലോ, മേൽവശമൊക്കെ നല്ല കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മേൽവശം എന്തെങ്കിലും വേകാതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്നുകൂടെ വേകാനായിട്ട് നമ്മൾ ഇതേപോലൊരു ദോശക്കല്ലിലോട്ട് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു മിനിറ്റ് പോലും വേണ്ട കുക്ക് ചെയ്യാനായിട്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഒരു ഇച്ചിരി നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ കായ്പോള ഇതിൻ്റെ മേലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം, തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കായ്പോളയൊക്കെ ഒരു സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് 1 മിനിറ്റ് മതി, ജസ്റ്റ് ഒന്ന് ചൂടായച്ചാൽ മതി. 1 മിനിറ്റും വേണ്ട. അതിൻ്റെ മേൽഭാഗം ഒന്ന് വെന്തില്ലെങ്കിൽ അതുകൂടെ ഒന്ന് വേകാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ഇതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു പാത്രം ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
കണ്ടല്ലോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അങ്ങനെ നമ്മുടെ കായ്പോളയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്തൊക്കെ 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേ പോണക്കത്തുള്ള അടിപൊളി ഈസി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.